നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. കണമല അട്ടിവളവിൽ ശബരിമല തീർത്ഥാടകരുടെ ബസ് മറിഞ്ഞു. കർണാടക സ്വദേശിയായ ഒരു തീർത്ഥാടകൻ മരിച്ചു. 5 പേരുടെ നില ഗുരുതരം. നിയന്ത്രണം വിട്ട ബസ് ക്രാഷ് ബാരിയർ തകർത്ത് കുഴിയിൽ വീണ് അപകടം. പനച്ചക്കാട് പഞ്ചായത്തിനെ സംസ്ഥാന സർക്കാർ അവഗണിക്കുന്നു. UDF ജനപ്രതിനിധികളുടെ ഏകദിന ഉപവാസം. കറുത്ത വസ്ത്രം ധരിച്ച് മെമ്പർമാർ. കുമാരനെല്ലൂർ കരിയമ്പാടം വില്ലേജ് ടൂറിസത്തിന് തുടക്കം. ടൂറിസം വില്ലേജിൽ വിശ്രമ കേന്ദ്രം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഒരുക്കുമെന്ന് മന്ത്രി VN വാസവൻ. ഉദ്ഘാടനം ആഘോഷമാക്കി നാട്ടുകാർ. ഏറ്റുമാനൂരിൽ അഡ്വക്കേറ്റ് ജിസ്മോളുടെയും കുഞ്ഞുങ്ങളുടെയും ആത്മഹത്യ. വിറങ്ങലിച്ച് ജന്മനാടായ മുത്തോലി. ആശുപത്രിയിലേക്ക് ഓടിയെത്തി നാട്ടുകാർ. വാർത്തകൾ വിശദമായി. എരുമേലി കണമല അട്ടിവളവിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് അപകടത്തിൽപ്പെട്ട് തീർത്ഥാടകൻ മരിച്ചു. കർണാടക സ്വദേശി മാരുതി ഹരിഹരനാണ് മരിച്ചത്. 27 പേർക്ക് പരിക്കേറ്റു. 5 പേരുടെ നില ഗുരുതരമാണ്. എരുമേലി ശബരി പാതയിൽ കണമല അട്ടിവളവിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ടൂറിസ്റ്റ് ബസ് നിയന്ത്രണം വിട്ടുമറിഞ്ഞ് ഒരു തീർത്ഥാടകൻ മരിച്ചു. കർണാടക സ്വദേശികൾ സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഷിമോഗ സ്വദേശി മാരുതി ഹരിഹരനാണ് മരിച്ചത്. 5 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഗുരുതരമായി പരിക്കേറ്റ മാരുതിയപ്പ, സമർത്ത്, ഗിരീഷ്, സന്തോഷ്, മഹാതേജസ് എന്നിവരെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 33 തീർത്ഥാടകരാണ് വാഹനത്തിലുണ്ടായിരുന്നത്. 27 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. കണമല അട്ടിവളവിൽ വെച്ച് ഇറങ്ങി വന്ന വാഹനം നിയന്ത്രണം വിട്ട് റോഡിൽ മറിയുകയും നിരങ്ങി നീങ്ങി ക്രാഷ് ബാരിയർ തകർത്ത് കുഴിയിലേക്ക് മറിയുകയുമായിരുന്നു. ഓടിക്കൂടിയ നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം ആരംഭിച്ചത്. പിന്നീട് പോലീസും ഫയർഫോഴ്സും എത്തി ക്രെയിൻ ഉപയോഗിച്ചാണ് വാഹനം ഉയർത്തിയത്. അതേസമയം ദേശീയപാതാ വിഭാഗം ക്രാഷ് ബാരിയർ സ്ഥാപിച്ചിരുന്നത് അശാസ്ത്രീയമാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ക്രാഷ് ബാരിയർ കോൺക്രീറ്റ് ചെയ്യാതെ മണ്ണിൽ കുഴിച്ചിട്ടാണ് ഉറപ്പിച്ചിരുന്നതെന്നും നാട്ടുകാർ ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, എരുമേലി. പനച്ചക്കാട് പഞ്ചായത്തിലെ കോൺഗ്രസ് ജനപ്രതിനിധികൾ കറുത്ത വസ്ത്രങ്ങൾ അണിഞ്ഞ് ഏകദിന ഉപവാസം നടത്തി. സംസ്ഥാന സർക്കാർ പനച്ചക്കാട് പഞ്ചായത്തിനോട് വികസന പ്രവർത്തനങ്ങളിൽ ചിറ്റമ്മ നയം എടുക്കുന്നതായി ആരോപിച്ചായിരുന്നു പ്രതിഷേധം. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. 11 കോൺഗ്രസ് അംഗങ്ങളായിരുന്നു ഉപവാസം നടത്തിയത്. CPMന്റെ വികസന വിരുദ്ധതയ്ക്കെതിരെ കറുത്ത വസ്ത്രമണിഞ്ഞ് പനച്ചിക്കാട് പഞ്ചായത്തിലെ കോൺഗ്രസ് ജനപ്രതിനിധികൾ ഉപവാസ സമരം നടത്തി. രാവിലെ 8 മുതൽ രാത്രി 8 വരെയാണ് പരുത്തുംപാറ കവലയിൽ ഏകദിന ഉപവാസം. പനച്ചിക്കാട് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി സംഘടിപ്പിച്ച ഉപവാസ സമരത്തിൽ 11 കോൺഗ്രസ് അംഗങ്ങളാണ് കറുപ്പണിഞ്ഞ് അണിനിരന്നത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. ഫണ്ടുകൾ വെട്ടിക്കുറച്ചും ഉദ്യോഗസ്ഥരെ നൽകാതെയും കുപ്രചരണങ്ങളിലൂടെയും കോൺഗ്രസ് പഞ്ചായത്ത് ഭരണസമിതിയെ തകർക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതിൽ പ്രതിഷേധിച്ചാണ് സമരം. പനച്ചിക്കാട് പഞ്ചായത്തിനോട് LDF സർക്കാർ ചിറ്റമ്മ നയമാണ് സ്വീകരിക്കുന്നതെന്ന് സമരം ഉദ്ഘാടനം ചെയ്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA പറഞ്ഞു. ഇതേ ചിറ്റമ്മ നയമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ചില സ്ഥലങ്ങളുണ്ട്. ഞാൻ സ്ഥലത്തിന്റെ പേരെന്ന് പറയുന്നില്ല. അവിടെ അവർ ചോദിക്കാത്ത പണം കൂടി കൊടുക്കുകയാണ്. അവർക്ക് ഇഷ്ടംപോലെ കൊടുക്കുകയാണ്. 1000 കോടി രൂപയാണ് കേരള സംസ്ഥാനത്തെ മുഖ്യമന്ത്രിക്ക് നേരിട്ട് അലോട്ട് ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ റീബിൽഡ് കേരള എന്ന് പറയുന്ന ഹെഡ് അക്കൗണ്ടിലുള്ളത്. ആ റീബിൽഡ് കേരളത്തില് 1000 കോടി രൂപ മുടക്കുമ്പോ നമ്മുടെ ഈ പനച്ചിക്കാട് ഗ്രാമപഞ്ചായത്തിലും അതിനൊരു അംശം കിട്ടേണ്ടതല്ലേ? അതിനുള്ള നടപടി എടുക്കേണ്ടതല്ലേ? അതൊന്നും ചെയ്യില്ല എന്ന് മാത്രമല്ല, മനഃപൂർവ്വമായി ബോധപൂർവമായി പഞ്ചായത്തിനെ ആക്ഷേപിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പള്ളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം CBK ജോൺ, മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് S രാജീവ്, മണ്ഡലം പ്രസിഡന്റ് ഇട്ടി അലക്സ്, DCC സെക്രട്ടറി ജോണി ജോസഫ്, പഞ്ചായത്ത് പ്രസിഡന്റ് ആനി മാമൻ, വൈസ് പ്രസിഡന്റ് റോയി മാത്യു തുടങ്ങിയവരും പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കുമാരനെല്ലൂരിലെ കരിയമ്പാടം ടൂറിസം വില്ലേജ് ഉദ്ഘാടനം ചെയ്തു. സഹകരണ ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ ഉദ്ഘാടനം നിർവഹിച്ചു. ടൂറിസം വില്ലേജിൽ വിശ്രമ കേന്ദ്രം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഒരുക്കുമെന്ന് മന്ത്രി പറഞ്ഞു. കുമാരനെല്ലൂരിലെ സായാഹ്ന വിശ്രമ കേന്ദ്രമായ കരിയമ്പാടം കേന്ദ്രീകരിച്ചാണ് ടൂറിസം വില്ലേജ് പദ്ധതി ആരംഭിച്ചത്. ഏക്കർ കണക്കിന് പാടശേഖരമുള്ള ഇവിടെ നിന്നും സൂര്യാസ്തമന കാഴ്ച അതിമനോഹരമാണ്. പാടത്തിന് നടുവിലുള്ള മൺബണ്ടിലൂടെ സായാഹ്ന നടത്തത്തിനും ധാരാളം ആളുകൾ എത്തിയിരുന്നു. മൺവഴിയിൽ ഭൂവസ്ത്രം സ്ഥാപിക്കുകയും പാടത്തിന് നടുവിലെ തോട്ടിൽ പെഡൽ ബോട്ടും ചെറുതോണിയും കരയിലെ നടപ്പാതയിൽ ഇരിപ്പിടങ്ങളും ഒരുക്കിയാണ് ടൂറിസം വില്ലേജിന്റെ പ്രവർത്തനം ആരംഭിച്ചത്. ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നതിനും സൗകര്യമുണ്ട്.
നടപ്പാതയിൽ നാടൻ ഭക്ഷണം വിളമ്പുന്ന ഫുഡ് സ്റ്റാളുകളും പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ടൂറിസം വില്ലേജിന്റെ ഉദ്ഘാടനം നാട്ടിലെ ഉത്സവമായി മാറി. പ്രദേശത്തെ ആബാലവൃദ്ധം ജനങ്ങളും ഉദ്ഘാടനത്തിൽ പങ്കെടുത്തു. സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ ഉദ്ഘാടനം നിർവഹിച്ചു. ലഹരിക്കും മാലിന്യത്തിനും എതിരെ പോരാടുന്നത് സംസ്കാരമായി മാറണമെന്ന് മന്ത്രി പറഞ്ഞു. സായാഹ്ന വിശ്രമ സങ്കേതങ്ങൾ രൂപപ്പെടുമ്പോൾ സംജാതമാകുന്ന ജനകീയ കൂട്ടായ്മയ്ക്ക് ഇതിൽ വലിയ പങ്കുവഹിക്കാൻ കഴിയുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. നമ്മുടെ കുടുംബാന്തരീക്ഷങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാൻ കഴിയണം. നമ്മുടെ ശൈശവദശയിൽ, ബാല്യത്തിൽ, കൗമാരത്തിൽ, യൗവനത്തിൽ. അപ്പോൾ ഈ കാലയളവിൽ നമുക്ക് ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ഇളം കുരുന്ന് മനസ്സുകളിൽ തന്നെ ഒരു സംസ്കാരമായി മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യുന്ന സാഹചര്യവും ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടത്തെ 2-3 തരത്തിൽ നമുക്ക് തിരിച്ചുവിടാം. ഭാവിയിൽ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കി ജില്ലയിലെ അറിയപ്പെടുന്ന ടൂറിസം കേന്ദ്രമായി ഇവിടം മാറ്റാൻ ഉദ്ദേശിക്കുന്നതായി വാർഡ് മെമ്പർ MT മോഹനൻ പറഞ്ഞു. നമുക്ക് ഉദ്ദേശിക്കുന്നേക്കാൾ തരത്തിലുള്ള വിനോദസഞ്ചാരികളുടെ വരവ് ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ആണെങ്കിൽ തോടിനോട് ചേർന്ന് തന്നെ, തോടിനും വയലിനും ഇടയ്ക്ക് തന്നെ 3 മീറ്റർ വീതിയിൽ 1 കിലോമീറ്റർ ദൂരത്തിലാണ് കയർഭൂവസ്ത്രം ധരിച്ച്, കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ കയർഭൂവസ്ത്രം ധരിച്ച നടപ്പാതയാണ് കരിയമ്പാടം ടൂറിസ്റ്റ് വില്ലേജിൽ ഉള്ളത്. അതോടൊപ്പം തന്നെയാണ് നമുക്ക് ഇരിക്കാനൊക്കെ തന്നെ അതിൻ്റെ ഇരിപ്പിടങ്ങളുണ്ടായിട്ടുണ്ട്. തോട്ടിൽ അതിൻ്റെ പെഡൽ ബോട്ടുകൾ ഉപയോഗിച്ച് തുടങ്ങി. അതോടൊപ്പം തന്നെ കുടുംബശ്രീയുടെ തന്നെ ഏറ്റവും ഒരു നാടൻ ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്നതിലേക്ക് വന്നു. അത് നുണ പറയാനും കഥ പറയുവാനും ഇടങ്ങളായി, ഓപ്പൺ ലൈബ്രറിയായി, അങ്ങനെ ഇതിന് പറ്റാവുന്ന രീതിയിൽ, ഈ പ്രദേശത്തിന് പറ്റാവുന്ന രീതിയിലുള്ള അതിനെ ടൂറിസം എന്നുള്ളതിൽ വളർത്തിയെടുക്കുന്നതിന് തീർച്ചയായിട്ടും സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഫാം ടൂറിസവും ആമ്പൽ ഫെസ്റ്റും വഴി ടൂറിസം വില്ലേജിലേക്ക് കൂടുതൽ ആളുകൾ എത്തുമെന്ന പ്രതീക്ഷയാണുള്ളതെന്നും നാട്ടുകാരനായ അബ്ദുൽ ലത്തീഫ് പറയുന്നു. 100 ഏക്കറോളം വരുന്ന ഒരു പാടശേഖരമാണിത്. ഈ പാടശേഖരത്തിൻ്റെ നടുവിലൂടെ ഒരു 8-10 മീറ്റർ വീതിയിൽ ഒരു തോട്, ആ തോടിൻ്റെ 2 സൈഡിലും ബണ്ട്, വരമ്പ്. ആ വരമ്പിൽ ഒരെണ്ണമാണ് കോട്ടയം മുനിസിപ്പാലിറ്റി അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1 കിലോമീറ്റർ ദൂരത്തേക്ക് കയർ ഭൂവസ്ത്രം വിരിച്ച് മനോഹരമാക്കി ഇട്ടിരിക്കുന്നത്. ഇവിടെ നേരത്തെയൊക്കെ ഞങ്ങളുടെ ഈ പ്രദേശങ്ങളിലുള്ള ആൾക്കാരായിരുന്നു വന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ പുറത്തു നിന്നൊക്കെ ആൾക്കാർ ഇവിടേക്ക് എത്തുന്നുണ്ട്. അത് ഇതിൻ്റെ ഒരു നല്ല വളർച്ചയെ ഞങ്ങൾ കാണുന്നുണ്ട്. ഭാവിയിൽ ഇത് ഒരു നല്ല ടൂറിസം പദ്ധതിയാക്കി ഇതിൻ്റെ സൈഡിലുള്ള ഈ പാടങ്ങളിലൊക്കെ ഫാം ടൂറിസമൊക്കെ ഡെവലപ്പ് ചെയ്ത് വളരെ വലിയ ഒരു പ്രോജക്റ്റാക്കി മാറ്റണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ടൂറിസം വിളംബര റാലിയോടെയാണ് ഉദ്ഘാടന ചടങ്ങ് ആരംഭിച്ചത്. നാഗസ്വര വിദ്വാൻ തിരുവിഴ ജയശങ്കർ ഉൾപ്പെടെ പ്രദേശത്തെ കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖരെ മന്ത്രി ചടങ്ങിൽ ആദരിച്ചു. പാടശേഖര സമിതി പ്രസിഡന്റ് PP സൈമൺ ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷനായി. നഗരസഭാധ്യക്ഷ ബിൻസി സെബാസ്റ്റ്യൻ, KSFDC ചെയർപേഴ്സൺ ലതിക സുഭാഷ്, അഡ്വക്കേറ്റ് K അനിൽകുമാർ, വാർഡ് മെമ്പർ MT മോഹനൻ, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാർ, നഗരസഭാ കൗൺസിൽ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഏറ്റുമാനൂരിൽ മീനച്ചിലാറ്റിൽ ചാടി അഡ്വക്കേറ്റ് ജിസ്മോൾ പിഞ്ചു കുഞ്ഞുങ്ങളുമൊത്ത് ജീവനൊടുക്കിയ സംഭവത്തിന്റെ ഞെട്ടലിലാണ് ജന്മനാടായ മുത്തോലി. നാട്ടുകാർക്ക് ഏറെ പ്രിയങ്കരിയായിരുന്നു ജിസ്മോൾ. പിഞ്ചു കുഞ്ഞുങ്ങൾക്കൊപ്പം അഡ്വക്കേറ്റ് ജിസ്മോൾ തോമസ് ജീവനൊടുക്കിയ സംഭവത്തിന്റെ ഞെട്ടലിലാണ് ജന്മനാടായ മുത്തോലി. അഭിഭാഷക എന്ന നിലയിലും മുത്തോലി പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിലുമെല്ലാം ജനങ്ങൾക്ക് ഏറെ പ്രിയങ്കരിയായിരുന്നു. മുത്തോലി പഞ്ചായത്തിലെ 13ാം വാർഡിനെ പ്രതിനിധീകരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ജിസ്മോൾ 9 മാസത്തോളം പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്നു. സൗമ്യമായ പെരുമാറ്റവും എല്ലാവരോടും നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുകയും ചെയ്ത ജിസ്മോളിന്റെ മരണം ഞെട്ടിപ്പിച്ചതായി പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജിത്ത് മീനാഭവൻ പറഞ്ഞു. എന്തായാലും വലിയൊരു ഞെട്ടലായി. കാരണം 2 കുഞ്ഞുങ്ങളെയായിട്ട് അട്ടിച്ചാടി മരിച്ചു എന്നറിഞ്ഞപ്പോൾ 2015 ഞാൻ മെമ്പറായിരുന്നു. 2015-20 കാലഘട്ടത്തിൽ അതിൽ ജിസ്മോളുടെ അമ്മയായിരുന്നു അന്ന് മെമ്പർ. അന്നും വളരെ സങ്കടമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ജിസ്മോളുടെ അമ്മ നമ്മുടെ മുത്തോലി പഞ്ചായത്തിൽ ആണ്ടൂർക്കാവിൽ വെച്ച് ബൈക്ക് ആക്സിഡൻറ്റ് മരിക്കുകയുണ്ടായി. അപ്പോൾ ഞങ്ങളെല്ലാം ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാനും എല്ലാം ജിസ്മോളും ഞങ്ങളെല്ലാം കൂടെ ഒരുമിച്ചാണ് പോയതും എല്ലാം. അതിനുശേഷം ജിസ്മോൾ ബൈ ഇലക്ഷനിൽ മെമ്പറായിട്ട് വന്നു. വളരെ ആക്റ്റീവായിരുന്നു. അപ്പം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു. കോൺഗ്രസിന് ഒരു ടൈം പ്രസിഡന്റ് സ്ഥാനം ഉണ്ടായിരുന്നു. കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും ഉമ്മൻചാണ്ടി പറഞ്ഞിട്ടൊക്കെ പ്രസിഡന്റ് ആകാൻ സാധിച്ചിട്ടുണ്ട്. 2019 മുത്തോലി പഞ്ചായത്തിന് പ്രസിഡന്റായി. നല്ല ആക്റ്റീവ് വർക്കറായിരുന്നു, അഡ്വക്കേറ്റായിരുന്നു. അപ്പോൾ അതിനുശേഷം പഞ്ചായത്ത് മെമ്പറായി പ്രസിഡന്റായതിനു ശേഷം 2020 ശേഷം ഞങ്ങളെയൊക്കെ വിളിക്കാറുണ്ട്. ഞങ്ങളെല്ലാം മെമ്പർമാരെയൊക്കെ വിളിക്കാറുണ്ട്. വളരെ
ദുഃഖകരമായ ഒരു കാര്യമാണ്. കുഞ്ഞുങ്ങൾ അപ്പോൾ ഇന്നലെ കാരിത്താസിൽ പോയി കണ്ട കാഴ്ച എന്ന് പറയുന്നത് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ലായിരുന്നു. മരണവാർത്തയറിഞ്ഞ് നിരവധി ആളുകൾ ആശുപത്രിയിലേക്ക് എത്തിയിരുന്നു. ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് ഏറ്റുമാനൂർ നീറുകാട് തൊണ്ണൻമാവുങ്കൽ ജിമ്മിയുടെ ഭാര്യ ജിസ്മോൾ, മക്കളായ നേഹ, പൊന്നു എന്നിവർക്കൊപ്പം പേരൂരിൽ മീനച്ചിലാറ്റിൽ ചാടി മരിച്ചത്. അഭിഭാഷകയായ, രാഷ്ട്രീയ പ്രവർത്തകയായും പഞ്ചായത്ത് പ്രസിഡന്റായും പ്രവർത്തന പരിചയമുള്ള 34-കാരിയായ ജിസ്മോൾ കുട്ടികൾക്കൊപ്പം ആത്മഹത്യ ചെയ്യാനിടയായ സാഹചര്യത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പാല. ആശാവർക്കർമാർ നടത്തുന്ന സമരം രാഷ്ട്രീയ താൽപര്യത്തിൽ മാത്രം നടക്കുന്നതാണെന്ന് CPM കോട്ടയം ജില്ലാ സെക്രട്ടറി TR രഘുനാഥൻ. സമരത്തിന് പിന്നിൽ SUCI ആണെന്നും അദ്ദേഹം കോട്ടയത്ത് പറഞ്ഞു. ആശാവർക്കർമാരുടെ സമരം രാഷ്ട്രീയ താൽപര്യത്തിൽ നടക്കുന്നതെന്ന് CPM കോട്ടയം ജില്ലാ സെക്രട്ടറി TR രഘുനാഥൻ. ട്രേഡ് യൂണിയനുകളുടെ പിന്തുണ സമരത്തിനില്ല. SUCI ആണ് സമരത്തിന് പിന്നിലുള്ളത്. ആശാവർക്കർമാർക്ക് ഉയർന്ന ശമ്പളം നൽകുന്ന ഏക സംസ്ഥാനം കേരളമാണെന്നും കേന്ദ്രവിഹിതം കിട്ടാത്തപ്പോൾ പോലും കേരളം ശമ്പളം നൽകിയെന്നും TR രഘുനാഥൻ പറഞ്ഞു. യഥാർത്ഥത്തിൽ ആശാവർക്കർമാർ സമരം ചെയ്യേണ്ടത് കേന്ദ്ര സർക്കാരിന്റെ മുന്നിലാണെന്നും TR രഘുനാഥൻ കൂട്ടിച്ചേർത്തു. ആശാന്മാരുടെ സമരം എന്ന് പറയുന്നത് അതിൻ്റെ രാഷ്ട്രീയ താല്പര്യമാണല്ലോ SUCI അല്ലേ അതിന് പിൻവലിക്കുന്നത്. ഇന്ത്യയിലെ ഒരു ട്രേഡ് യൂണിയൻ, പ്രത്യേകിച്ച് കേരളത്തിലെ ഒരു ട്രേഡ് യൂണിയനും ആ സമരത്തോട് അനുഭാവം പുലർത്തുന്നില്ല. ഈവൻ INTUC. പിന്നെ നിങ്ങൾക്ക് എവിടെ അറിയുന്നത് ഏറ്റവും കൂടുതൽ വേതനം നൽകപ്പെടുന്ന സംസ്ഥാനമാണ് കേരളം. കേന്ദ്രം കൃത്യമായ കാലങ്ങളിൽ നൽകാതിരിക്കുമ്പോഴും അത് പരിഹരിച്ചുകൊണ്ടാണ് കേരളം പോകുന്നത്. അതൊക്കെ നമുക്കറിയാം, അറിവുള്ള കാര്യമാണ്. ഈ സമരത്തിനൊരു അടിത്തറയും അടിസ്ഥാനമൊന്നുമില്ല. സത്യത്തിൽ സമരം ചെയ്യേണ്ടത് കേന്ദ്ര ഗവൺമെന്റിന്റെ മുൻപിലാണ്. പുതുപ്പള്ളി മണ്ഡലത്തെ ഇടതുപക്ഷ സർക്കാർ തഴഞ്ഞുവെന്ന ചാണ്ടി ഉമ്മന്റെ ആരോപണം രാഷ്ട്രീയമാണ്. 50 വർഷം ഉമ്മൻചാണ്ടി പ്രതിനിധീകരിച്ച പുതുപ്പള്ളിയിൽ നിരവധി വികസന പദ്ധതികളാണ് സർക്കാർ നടപ്പാക്കിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നോക്കുകൂലി ആവർത്തിക്കാൻ അനുവദിക്കില്ലെന്നും നോക്കുകൂലി വാങ്ങിയതായി വിവരം ലഭിച്ചാൽ തക്ക നടപടിയെടുക്കുമെന്നും ജില്ലാ സെക്രട്ടറി പറഞ്ഞു. കോട്ടയം പ്രസ് ക്ലബ്ബ് ഒരുക്കിയ മീറ്റ് ദ പ്രസിൽ സംസാരിക്കുകയായിരുന്നു TR രഘുനാഥൻ. ന്യൂസ് ബ്യൂറോ, കോട്ടയം. അന്യായമായി വർദ്ധിപ്പിച്ച കോർട്ട് ഫീസ് പിൻവലിക്കണമെന്ന ആവശ്യവുമായി കേരള അഡ്വക്കേറ്റ് ക്ലർക്ക് അസോസിയേഷൻ കോട്ടയത്ത് സിവിൽ സ്റ്റേഷന് മുന്നിൽ ക്ലർക്കുമാർ കൂട്ടധർണ നടത്തി. കേരള അഡ്വക്കേറ്റ് ക്ലർക്ക് അസോസിയേഷൻ കോട്ടയം യൂണിറ്റ് സിവിൽ സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. വർദ്ധിപ്പിച്ച കോർട്ട് ഫീസ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു ധർണ. ബാർ അസോസിയേഷന്റെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KS വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്ത സമ്മേളനത്തിൽ 120 ക്ലർക്കുമാർ പങ്കെടുത്തു. നമ്മളുടെ ഇതുപോലെയുള്ള പ്രതിഷേധങ്ങളും പ്രതിഷേധ ധർണകളും അത് ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെടുകയും ഗവൺമെന്റിൽ നിന്ന് നമുക്ക് അനുഭാവപൂർണമായ ഒരു തീരുമാനവും തീർച്ചയും ഉണ്ടാവുകയും ചെയ്യും. അതിനുവേണ്ടി നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുകയും ബാർ അസോസിയേഷൻ്റെ ഭാഗത്തു നിന്നുള്ള പൂർണ്ണ സഹകരണം ഈ ഒരു കാര്യത്തിൽ ക്ലർക്കുമാരോടും ക്ലർക്കുമാരുടെ സംഘടനയോടും പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നടത്തും. അഡ്വക്കേറ്റ്മാരായ B. അശോക്, V. ജയപ്രകാശ്, വിവേക് മാത്യു വർക്കി, ബിബിൻ ഗീവർഗീസ്, ബിന്ദു എബ്രഹാം, സിബി ചേനപ്പാടി, പ്രിൻസ് ലൂക്കോസ് എന്നിവർ പ്രസംഗിച്ചു. കേരള അഡ്വക്കേറ്റ് ക്ലർക്ക് അസോസിയേഷൻ കോട്ടയം യൂണിറ്റ് പ്രസിഡന്റ് സുധീർ ബാബുവിന്റെ അധ്യക്ഷതയിലായിരുന്നു പരിപാടി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാമ്പാടി വെള്ളൂർ അണ്ണാടി വയലിന് സമീപം പത്രവിതരണക്കാരന് നേരെ മുള്ളൻ പന്നിയുടെ ആക്രമണം. 3 മുള്ളുകൾ ഇദ്ദേഹത്തിന്റെ കാലിൽ തറച്ചു കയറി. പാമ്പാടി വെള്ളൂർ അണ്ണാടി വയലിന് സമീപം നൊങ്ങൽ റൂട്ടിൽ പത്രവിതരണക്കാരന് നേരെ മുള്ളൻ പന്നിയുടെ ആക്രമണം. വെള്ളൂർ താന്നുപേരിൽ ജോണിച്ചനാണ് പരിക്കേറ്റത്. 3 മുള്ളുകൾ ജോണിച്ചന്റെ കാലിൽ തറച്ചു കയറി. ഞായറാഴ്ച വെളുപ്പിന് 4:45 സംഭവം. പുലർച്ചെ പത്രവിതരണം നടത്തുന്നതിനായി ഇടവഴിയിൽ കൂടി സ്കൂട്ടറിൽ സഞ്ചരിക്കവേ വഴിയിൽ കിടന്ന മുള്ളൻ പന്നി മുള്ള് കുടയുകയായിരുന്നു. തന്റെ ജീവിതത്തിൽ ആദ്യമായാണ് ഇത്തരം ഒരു അനുഭവമെന്ന് ജോണിച്ചൻ പറയുന്നു. ഇവിടെ കൊണ്ട് അണ്ണാടിവേലി കൊണ്ട് വിട്ട് തിരിച്ച് അണ്ണാടിവേലിയിൽ നിന്ന് ഈ തിരിച്ച പോയ റൂട്ടിൽ നിന്ന് തിരിച്ച് കയറി വരുന്നു. തിരിച്ച് കയറി വന്നിട്ട് ആ പള്ളിയുടെ അവിടുത്തെ ആ വളവ്, അതായത് സെൻറ് തോമസ് യാക്കോബ സത്യത്തിൻ്റെ ആ വളവ് ഇങ്ങനെ കയറി ഇങ്ങോട്ട് പോരുന്ന സമയത്താണ് ഞാൻ നോക്കുമ്പോൾ ഒരു കരിയിലയാണ്. അത് എന്നും സാറിന് അവിടെ കരിയില തേക്കിൻ്റെ ഇലയൊക്കെ കിടപ്പുണ്ട്. തേക്കിൻ ഇലയാണെന്നല്ലോ എന്ന് ഓർത്ത് ഞാൻ അതിനോട് ചേർന്ന് നിന്നിട്ട് ഒരടി പോലും അകലം, ഒരടി അകലം ഇത്രേ ഉള്ളൂ. എൻ്റെ കാലണ്ട് വന്ന് മുള്ളു തറച്ച് കയറുന്നു. വണ്ടി വെട്ടി ഇങ്ങനെ പോകുന്നു. കാരണം നമുക്കറിയത്തില്ല, മുള്ളമതി ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അപ്പം അങ്ങനെയാണ് ഇത് എൻ്റെ കയ്യിൽ ഞാൻ പോയി നോക്കി തിരിച്ച് നോക്കുമ്പോഴത്തേക്കും ഈ നാരങ്ങാലി പൊടിച്ച പോലെ ഇത് ഇങ്ങനെ നിൽപ്പുണ്ട്. ഒരു ഹെൽമെറ്റിൻ്റെ വലുപ്പമേ ഉള്ളൂ സാധനം.
കാലിൽ കയറിയ മുള്ള് നീക്കിയ ശേഷം പാമ്പാടി താലൂക്ക് ആശുപത്രിയിൽ ഇദ്ദേഹം ചികിത്സ തേടി. കഴിഞ്ഞ 7 വർഷമായി പത്രവിതരണം നടത്തുകയാണ് ജോണി. കൂടാതെ കുടിവെള്ള പദ്ധതിയുടെ മോട്ടോർ കൈകാര്യം ചെയ്യുന്നതും ഇദ്ദേഹമാണ്. കോഴി വളർത്തലുമുണ്ട്. ഇതിൽ നിന്നും കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് ജോണിയും ഭാര്യയും കഴിയുന്നത്. അണ്ണാടി വയൽ, നൊങ്ങൽ പ്രദേശങ്ങൾ ഭൂരിഭാഗവും വനത്തിന് സമാനമാണ്. ഇവിടെ പ്രദേശത്ത് കാട്ടുപന്നി, കുറുക്കൻ, മരപ്പെട്ടി തുടങ്ങിയ ജീവികളുടെ ശല്യവുമുണ്ട്. ന്യൂസ് ബ്യൂറോ, പാമ്പാടി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കണമല അട്ടിവളവിൽ ശബരിമല തീർത്ഥാടകരുടെ ബസ് മറിഞ്ഞു. കർണാടക സ്വദേശിയായ ഒരു തീർത്ഥാടകൻ മരിച്ചു. 5 പേരുടെ നില ഗുരുതരം. നിയന്ത്രണം വിട്ട ബസ് ക്രാഷ് ബാരിയർ തകർത്ത് കുഴിയിൽ വീണ് അപകടം. പനച്ചിക്കാട് പഞ്ചായത്തിനെ സംസ്ഥാന സർക്കാർ അവഗണിക്കുന്നു. UDF ജനപ്രതിനിധികളുടെ ഏകദിന ഉപവാസം. കറുത്ത വസ്ത്രം ധരിച്ച് മെമ്പർമാർ. കുമാരനെല്ലൂർ കരിയമ്പാടം വില്ലേജ് ടൂറിസത്തിന് തുടക്കം. ടൂറിസം വില്ലേജിൽ വിശ്രമകേന്ദ്രം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഒരുക്കുമെന്ന് മന്ത്രി VN വാസവൻ. ഉദ്ഘാടനം ആഘോഷമാക്കി നാട്ടുകാർ. ഏറ്റുമാനൂരിൽ അഡ്വക്കേറ്റ് ജിസ്മോളുടെയും കുഞ്ഞുങ്ങളുടെയും ആത്മഹത്യ. വിറങ്ങലിച്ച് ജന്മനാടായ മുത്തോലി. ആശുപത്രിയിലേക്ക് ഓടിയെത്തി നാട്ടുകാർ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.